ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മലയാളം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ഇന്ന് എൻ്റെ ചെസ്റ്റ് ഡേ ആണ്. നിങ്ങൾ കുറേ പേര് വിചാരിക്കാറുണ്ട് നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണിയോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ വീക്ക്ലി എല്ലാ ദിവസവും ഓരോ വർക്കൗട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമെന്ന്. അത് തെറ്റാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 15 to 20 ഡേയ്സ് വന്ന് വെറും കാർഡിയോ എക്സസൈസസ് ആയിരിക്കും, സ്ട്രെച്ചേഴ്സ് ആയിരിക്കും, സോ ദാറ്റ് നമ്മളുടെ ബോഡി അതിന് യൂസ് ടു ആവാൻ വേണ്ടി. ആൻഡ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കുറേ കൊളീഗ്സ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്തിനാണ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്, എത്ര ന്യൂസാണ് വരുന്നത്, ഇപ്പോൾ കുറേ പേര് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ഡെത്ത് ഉണ്ടാവുന്നത്. നമ്മൾ എന്താണ് കേട്ടിട്ടുള്ളത് ഇന്നേ വരെ? നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നല്ല. അത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുമ്പം ഹാർട്ട് അറ്റാക്ക് കുറേ പേർക്ക് ഉണ്ടാകുന്നതിൻ്റെ റീസൺസ് ഞാൻ ഇന്ന് പറയാം. ആദ്യത്തെ വന്ന് അവർ നല്ലവണ്ണം ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. സ്ലീപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഉറങ്ങാതെ വന്ന് ഹാർട്ടിനെ സ്ട്രെയിൻ ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പം ഇറ്റ് പുട്ട്സ് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഓൺ യുവർ ഹാർട്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്തു, പക്ഷെ പുറത്ത് പോയി ജങ്ക് ഫുഡ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എല്ലാം ചെയ്തിട്ട് വന്ന് എക്സസൈസ് ചെയ്താലും ഹാർട്ടിന് ഒരുപാട് സ്ട്രെയിൻ ഇടുവാണ്. അതേപോലെ തന്നെ ചില കണ്ടീഷൻസ്, സ്ട്രക്ചറൽ ഹാർട്ട് കണ്ടീഷൻസ് കാരണം നിങ്ങൾ എക്കോ ചെയ്യുമ്പം ചിലർക്ക് ഹാർട്ട് വലുതായിരിക്കുന്ന കാണാം, ഇല്ല അരത്മിയാസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു എക്സസൈസ് ഭയങ്കരമായിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യുമ്പം അരത്മിയ ട്രിഗറായിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഫസ്റ്റ് എന്തുവാ ചെയ്തത്, 15 to 20 ഡേയ്സ് സ്ട്രെച്ചസും കാർഡിയോ ആണ് ചെയ്തതെന്ന്. അല്ലാതെ ഡയറക്റ്റ്ലി ചാടി ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് അല്ല ഞാൻ ചെയ്തത്. ചിലർ വെയിറ്റ് ലോസ് പെട്ടെന്നാവണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ പോയി ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യും. നിങ്ങളുടെ ഹാർട്ട് അതിന് യൂസ് ടു അല്ല. അപ്പോൾ അത്രയും സ്ട്രെയിൻ ആണ് നിങ്ങളുടെ ഹാർട്ടിന് ഇടുന്നത്. അത് ഭയങ്കരമായിട്ട് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് യു ഷുഡ് നെവർ ഡു ഇറ്റ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് അതിനൊരു ഐഡിയ ഇല്ലെങ്കിൽ ടേക്ക് എ ഹെൽപ്പ് ഓഫ് എൻ എക്സ്പെർട്ട്. ഓൾസോ ഞാൻ കാണിക്കുന്ന വർക്കൗട്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം, ഞാനൊരു ബിഗിനർ സ്റ്റേജിൽ എത്ര വെയിറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതും എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വാൻസ് സ്റ്റേജ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഹൈ വെയ്റ്റ്സ് ഇട്ടിട്ടാണ് ഓരോ വർക്കൗട്ടും ചെയ്യുന്നത്. ബിക്കോസ് ഹീ ഈസ് യൂസ് ടു ഇറ്റ്. അതാണ് ഡിഫറൻസ്. നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ മിനിമലിൽ നിന്ന് തുടങ്ങണം. അല്ലാതെ ആദ്യമേ പോയി വെയിറ്റ് എടുത്ത് നമ്മളെ ജോഷ് ഫുൾ കാണിക്കണമെന്നല്ല. നമുക്ക് ജോഷ് കാണും, അത് സത്യമാണ്. പക്ഷേ ഫസ്റ്റ് ബി ആസ് എ ബിഗിനർ, ലേൺ എവറിത്തിങ് ആൻഡ് ദെൻ ഡു ഇറ്റ്. ആൻഡ് എത്രയാണ് നിങ്ങൾ ഹാർട്ട് റേറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വർക്കൗട്ടും ഇഷ്ടപ്പെട്ടെന്ന്, പ്ലസ് ഞാൻ തന്ന ടിപ്പും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇതേ കൂട്ടം മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ യുവർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് വേണമെങ്കിൽ എൻ്റെ പേജിനെ ഫോളോ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഇതേപോലെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ഹെൽത്തി.